എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഇൻട്രോ ചെയ്തിട്ടുണ്ട്. ബയോഗ്യാസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എങ്ങനെ വേസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ വിവിധ മോഡലുകൾ ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആദ്യം ഇൻട്രോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരു 6-7 മാസം മുമ്പാണ് നമ്മൾ ഇൻട്രോ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് റിവ്യൂ കമൻസിലും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം റിപ്പീറ്റഡ് ആണ്, അതായത് ഇൻസ്റ്റലേഷൻ വീഡിയോസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് അങ്ങനെ ഒരു കണ്ടന്റാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തതെന്നുള്ള കാരണം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും പോകാം വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ. നിങ്ങൾ ഓൾറെഡി ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. ഇൻട്രോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻലെറ്റ് ഇതാണ്. ഇൻലെറ്റിൽ നമ്മൾ വേസ്റ്റ് കൊടുക്കുന്നു, ഇതിൽ നമ്മൾ സ്ലോയി കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അപ്പുറത്തെ പ്ലാന്റ് നമുക്ക് ഓൾറെഡി സീലില്ലാത്തത് ടാമ്പേർഡ് ആണത്. ടാമ്പേർഡ് ഇല്ലാത്തൊരു മോഡൽ നമുക്ക് അപ്പുറത്തുണ്ട്. അതിനാണ് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ വീണ്ടും സ്വാഗതം. നമ്മൾ വീണ്ടും ടാമ്പേർഡ് അല്ലാത്ത പ്ലാന്റിനോടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സീൽഡ് മോഡലിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ ജാക്കറ്റ് മോഡലാണ്. സീൽഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫുൾ കവർഡ് ആയിട്ടുള്ള മോഡലാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല, കാരണം അത് അതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ ഈ കവർഡ് ആയിട്ടുള്ള മോഡലിൽ നമുക്ക് എന്തെങ്കിലും ഹ്യൂമൻ എറർ സംഭവിച്ചിട്ട് വല്ല പ്ലാസ്റ്റിക്കോ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ അതിൽ അബദ്ധത്താൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റിച്ച് ടോപ്പ് റിലീസ് ചെയ്ത് ഗ്യാസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ മോഡലിൽ അത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ടാങ്കിൻ്റെ തല പൊളിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലവരത് റിലീസ് ചെയ്യാൻ പാകത്തിന് എടുക്കുന്ന മോഡലുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഒരു 4 ഇഞ്ച് പൈപ്പാണ് ഉണ്ടാവുക. ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൈയിട്ടാൽ പോലും ഒരു സാധനം കിട്ടില്ല, മോട്ടറിലും പോരില്ല. അപ്പം അത് വെറും വേസ്റ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ടാങ്കിൻ്റെ തല പൊളിക്കേണ്ടി വരും. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനകത്ത് ഈ ഗ്യാസ് ചേമ്പർ ഇല്ല, അപ്പോൾ ഗ്യാസ് സ്റ്റോറേജിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ മാത്രം ചെയ്യുന്നത്. ഇതിൻ്റെ ഇനി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത് ഇൻലെറ്റാണ്. ഇതിനെ വാട്ടർ ജാക്കറ്റ് എന്ന് പറയും. ഇത് വാട്ടർ ജാക്കറ്റാണ്. പിന്നെ ഇത് ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന ഡ്രമ്മ്. ഇത് സ്ലറി പുറത്തോട്ട് വരുന്ന ഭാഗം. ഇതിൽ നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇതിലിടുന്നു. ഗ്യാസ് പ്രൊഡക്ഷൻ വരുമ്പോൾ ഈ ഡ്രം ഇങ്ങനെ പതുക്കെ പൊന്തും. അതുപോലെ തന്നെ ഗ്യാസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് താഴും. ഇതിൽ ഇവിടെ ഒരു വാൾവ് വരും. അത് ഈ മോഡലിൻ്റെ കാര്യമാണ്. അത് പറയുമ്പോൾ ഞാൻ പറയാം. ഇവിടെ ഒരു വാൾവ് ഉണ്ട്. ഇതേപോലെ ഒരു വാൾവ് ഇവിടെ വരും. ഈ വാൾവാണ് നമുക്ക് ഗ്യാസ് ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന വാൾവ്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടില്ല. ഈ സെയിം ബ്രാസ് ടൈപ്പ് വാൾവാണ് ഇതിൽ വരുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഈ മോഡൽ ബയോമെക് 10L ആണ്, ഏറ്റവും ബേസ് മോഡലാണ്. ഈ 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ 2.5 കിലോ സോളിഡ് വേസ്റ്റും ഇത്രയും ഭാഗവും വെള്ളം, അതായത് ഏകദേശം ഒരു 4-5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എവറി ഡേ മോർണിംഗ് ആണ് നമ്മൾ ഇതിൽ വേസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്. വേസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇൻലെറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം വേസ്റ്റ് ഒഴിക്കുമ്പോൾ കുറച്ച് ഇതിങ്ങനെ നമ്മൾ കമത്തി കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ഡ്രെയിൻ ഔട്ടായി, വെള്ളം ആദ്യം ഡ്രെയിൻ ഔട്ടായി, വേസ്റ്റ് മാത്രം അവിടെ നിൽക്കും. ഒന്ന് കാണിക്കുക ഭാഗം. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് കുറച്ച് ഫോഴ്സിൽ, അതായത് കുറച്ച് ഹൈറ്റിൽ നിന്ന് കുറച്ച് ഫോഴ്സിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലാ വേസ്റ്റും ഡ്രെയിൻ ഔട്ടായിട്ട് ഉള്ളിലേക്ക് പോകും. നമ്മൾ ഇന്ന് ഒഴിക്കുന്നത് നാളെയാണ് ഉള്ളിലേക്ക് പോവുക, അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് ഈ വാട്ടർ ജാക്കറ്റിൻ്റെ ബീഡിങ്ങിൻ്റെ അവിടം വരെ പാടുള്ളൂ. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വേസ്റ്റ് ഈ 10 ലിറ്റർ ബക്കറ്റിൽ വേസ്റ്റ് ഒഴിക്കുമ്പോൾ സ്ലറി അവിടെ പുറത്തോട്ട് വരണം. സ്ലറിയുടെ അവിടെ ഇതേപോലെ ഒരു അളവിൽ ബക്കറ്റ് വെച്ച് കൊടുക്കണം. ബക്കറ്റ് വെച്ച് ഒരു എൽബോ കൂടി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വേസ്റ്റ് ഒഴിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ 10 ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോയിൽ കാണുന്നതാണ്. നമ്മൾ സ്ലറി റീസർക്കുലേഷൻ ചെയ്യണം. 11ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ വേസ്റ്റ് ഇടേണ്ടത്. വേസ്റ്റ് ഒഴിക്കുന്നു, സ്ലറി പുറത്തേക്ക് വരുന്നു. ഇനി അഥവാ വേസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് സ്ലറി പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. സാധാരണ 90% ആളുകൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാതെ വരികയും ഈ വേസ്റ്റ് ഒഴിക്കുന്നത് ഇവിടെ ഒന്നില്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞു പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ലറി വരാത്തതുകൊണ്ട് ഈ സ്ലറിയിൽ നിന്ന് ഈ വാട്ടർ ജാക്കറ്റിലേക്ക് ചാടുകയാണ് പതിവ് നമ്മൾ കാണാറ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ജാക്കറ്റിലെ വെള്ളമൊക്കെ ആകെ മലിനമായി പോകും. ഇവിടെ
സ്ലറി വരാത്ത സമയത്ത് എന്നാണോ വേസ്റ്റ് ഒഴിക്കുന്നത് അന്ന് സ്ലറി വന്നില്ലെങ്കിൽ അപ്പം തന്നെ വേസ്റ്റ് ഒഴിക്കൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഫ്ലെക്സിബിൾ ഓസ് എടുത്തിട്ടോ. ഫ്ലെക്സിബിൾ ഓസ് ഇവിടെ എൽബോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ടു ആൻഡ് ഫ്രോ കുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ, അതായത് കുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ എന്ന് പറഞ്ഞാൽ ഈ സ്ലറി പുറത്തേക്ക് വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ വേസ്റ്റ് ഇൻലെറ്റിൽ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡ്രമ്മ് പൊന്തി നിൽക്കും, നമുക്ക് ഗ്യാസ് കത്തില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂന പോലെ വേസ്റ്റ് വരികയും പിന്നെ നമ്മളിത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഈ ഡ്രമ്മ് റിലീസ് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാളേഷനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അടുത്തോ, ഇതിൽ നമ്മൾ കൗഡങ്ങ് ഫീഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച ബക്കറ്റിൽ പകുതി ചാണകമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് ഫുള്ളായിട്ട് ചാണകം കൂടി മിക്സ് ചെയ്യുക, വെള്ളവും ചാണകം കൂടി മിക്സ് ചെയ്യുക. ഇത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ അളവ് കറക്റ്റായിട്ട് അറിയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് നോക്കണം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ സൈഡിൽ വെള്ളം നിറയ്ക്കാവൂ. ഓൾ കേരള നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഡെലിവറി ഇൻസ്റ്റലേഷൻ ആണ്. ഇനി അഥവാ നിങ്ങളാണ് കൂടുതൽ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ മുമ്പത്തെ ഇൻട്രോ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗത്ത് എങ്ങനെയാണ് വേസ്റ്റ് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇത് ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ സമയത്ത് ഇത് ആടുന്ന ഒരു പ്രതലാണെങ്കിൽ അത് കറക്റ്റായിട്ട് വാട്ടർ ലെവൽ ആക്കിയിട്ട് സ്ട്രക്ചർ ആടാത്ത രീതിയിൽ വേണം നമ്മൾ കൗഡങ് ഫീഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് അടുത്തൊരു മോഡലാണ് നമ്മുടെ ഇത് അടുത്തൊരു മോഡലാണ്. ഈ മോഡൽ ബയോമെക് 40 അല്ലേ, കൊമേഴ്സ്യൽ മോഡലാണ്. ഈ കൊമേഴ്സ്യൽ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കൊമേഴ്സ്യലായിട്ടും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിൽ സെയിം പ്രോസസ്സ് തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്. ക്വാണ്ടിറ്റി 15 കിലോ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ, അതേപോലെ തന്നെ സ്കൂളുകൾ, ചെറിയ ഫാമുകൾ, അവിടേക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത്. 2 or 3 പശുവുള്ള വീടുകളിലേക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ റിബ് സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോയിന്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ചെറിയ ഇതിൽ നിന്ന് പ്രിവെൻഷൻ കിട്ടുന്നതാണ് ഈ റിബ്സ്. അതിപ്പോൾ നമ്മൾ വേറെ മോഡലുകൾ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ എല്ലാ മോഡലുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എല്ലാ മോഡലുകളും മോൾഡഡ് ആണ്. ഈ ഇൻലെറ്റും ഔട്ട്ലെറ്റും മോൾഡിൽ നിന്ന് എടുക്കുന്നതാണ്. ചില മോഡലുകൾ നിങ്ങൾക്ക് 90% ആൾക്കാർ ഉണ്ടാക്കുന്ന മോഡൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു ഷീറ്റ് അടിച്ച് PVC പൈപ്പായിരിക്കും ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മോൾഡഡ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിലുള്ളത്, ഇത് ഫ്ലെക്സിബിൾ ആണ്. അതായത് ടൈറ്റ് ആവുന്നതോറും ബ്രിട്ടിൽനെസ് കൂടും. ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് 30 വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഇപ്പോൾ ഇങ്ങനെ ഇട്ടാലും വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അത്രയും സ്ട്രക്ചർ, ഡ്യൂറബിലിറ്റി, അതേപോലെ തന്നെ കോമ്പാക്റ്റും ആണ്. ഇതിപ്പോൾ ഒരു 2 സെന്റ് വീട്ടിലുള്ള സ്ഥലത്ത് വരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പറയണത്, ഈ ബ്രാസ് വാൾവ്, ഇതിപ്പോൾ നമ്മൾ വാൾവ് ബ്രാസ് ആണെങ്കിൽ പോലും ഇത് ഇത്രയും ഇപ്പം നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇത്ര ടൈറ്റാണ്. ഇവിടെ നമ്മൾ ഓയിൽ കൊടുക്കണം. ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് തിരിക്കാനും ഓപ്പൺ ചെയ്യാനും പറ്റും. ഇത് ഉപയോഗിക്കേണ്ടതില്ല എന്നിരുന്നാൽ പോലും. എന്തായാലും വളരെ ഷോർട്ട് വീഡിയോ അല്ല, ലെങ്തി ആണ്. ഇനി എന്തായാലും സ്റ്റൗവിൻ്റെ വീഡിയോ കാണാം. ഓഫീസിലോട്ട് പോവാം. അപ്പോൾ വീണ്ടും നമസ്കാരം. ഇതാണ് സ്റ്റൗവ്. ഇത് യൂസ് ചെയ്ത സ്റ്റൗവാണ്. അത് എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ ഒരു LPG സ്റ്റൗ പോലെ തന്നെയാണ്. ഇതിൻ്റെ ബേർണേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ ബേർണർ ഹോള് വ്യത്യാസം ഉണ്ടാവും. ബേർണർ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ LPGയിൽ വരുന്നത് ചെറിയ ഹോൾസ് ആയിരിക്കും. ഇതിൽ കുറച്ച് വലുപ്പം വ്യത്യാസം ഉണ്ടാവും. സെയിം സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ്. ഇതിൽ ഇപ്പം എന്താണ് അവർ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളച്ചു പോയതൊക്കെ ഇതിന് മുകളിൽ വന്നിട്ട് നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് ഈ ഫുള്ളായിട്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രക്ചറിലേക്ക് തീ വരികയും അത് ബർണർ ഹോൾസ് അടഞ്ഞിരിക്കുമ്പോൾ തീ വേറെ കത്താനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ തീ വരും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു ആഴ്ചയിൽ ബ്രഷ് ഇട്ട് കഴുകി ബേർണേഴ്സ് ക്ലീൻ ആക്കണം. അതേപോലെ തന്നെ എല്ലാതും ഇത് കാസ്റ്റേൺ ആണ്. സാധാരണ അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന കമ്പനീസ് 3-4 കമ്പനികളാണ്. പിന്നെ നമ്മൾ LPG ബേർണേഴ്സ് ആണ് ഇതിൽ ഓർഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ വിഷയം, നിങ്ങൾക്ക് എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോബ്, ഇതിനെ വിപ്പ് കോക്ക് എന്ന് പറയുക. ഈ നോബ് നമ്മൾ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, ഞാൻ അഴിക്കാൻ പറ്റുമോ നോക്കാം. ഇത് അഴിച്ചിട്ട് ദി ലോഡഡ് സിസ്റ്റം ഇതിലേക്ക് നമ്മൾ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ നോബ് സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫോഴ്സ് അപ്ലൈ ചെയ്യും, ഇത് പൊട്ടും. അപ്പോൾ ഈ നോബ് മാറേണ്ടി വരും, ഇതും മാറേണ്ടി വരും.
പിന്നെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ടേപ്പ് അടിക്കും. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. ഇത് അടിച്ചില്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷെ നമ്മളിത് അടിക്കുന്നത് ഈ ഗ്യാപ്പിൽ കൂടെ എയർ വലിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ സ്ക്രൂ നട്ടൊക്കെ ഉപയോഗിച്ച് ഊരാവുന്ന ഒരു സിസ്റ്റമാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ കുഴലിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സ്റ്റൗവിന് കൊടുക്കുന്ന വാറണ്ടി 6 മാസമാണ്. കാരണം നമുക്ക് വെണ്ടർ തരുന്നത് 6 മാസത്തെ വാറണ്ടിയാണ്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന കുറച്ചെടുത്തു ഈ വരുന്ന ഈ പിക്കോക്ക് ഇതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതും കൂടി നല്ലതാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ്. ഈ കുഴൽ ഊരിയെടുക്കാനായിട്ട് 2 പ്ലെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഊരിയെടുക്കുക. നോസിലാണ് ഇത് ഊരിയെടുത്തിട്ട് ഇത് 2 പ്ലെയർ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോയി. ഈ സ്റ്റൗവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. സ്റ്റൗ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു 4-5 വർഷം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് ബിസിനസ് തരാനായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗ റീപ്ലേസ് ചെയ്യുന്നത്. ഇതാണ് ആ സ്റ്റൗ ബേർണർ. ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. നമ്മളൊരു സാമ്പിൾ എന്നുള്ള കണക്കിൽ മേടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. വളരെ ബുദ്ധിമുട്ടാണ്. 100 പീസ് ഓർഡർ കൊടുക്കണം. 10,000-4,000 രൂപ അടുത്ത് ചിലവ് വരുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമുക്കിത് കൊടുക്കാൻ പറ്റാത്തത്. കാരണം 100 പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആയി മാറും. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇത് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. മാനുഫാക്ചർ ചെയ്തേക്കുന്ന ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് കാണാം. അപ്പൊ ഇത് സുലഭമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ മോഡലാണ് കൊടുക്കുക. പക്ഷെ ഇതില് നമുക്ക് പ്രശ്നം ഇപ്പോൾ 100 പീസ് ഓർഡർ ചെയ്താലും സർവീസ്, അതായത് ആ ട്യൂബൊക്കെ മാറണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റൗവ് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ മോഡുലാർ ടൈപ്പ് കിച്ചണിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്റ്റൗവാണ് ചില വീടുകളിൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ കൂടി ഒരു 10 നമ്മൾ ആ കൂടി കൊടുത്തിട്ടുള്ളത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഒരുവിധം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും തംസ് അപ്പ് തരണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇൻസിനറേറ്റർ, സോളാർ സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അടുത്തൊരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഫാക്ടറി ടൂർ ആയിരിക്കും. അത് ഞാൻ പിന്നീട് സമയം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ, ടേക്ക് കെയർ.